ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ സ്റ്റാർ ഫ്രൂട്ടിനെ ചതുരപ്പുളി, പൈരംപുളി പേരിലൊക്കെ അറിയപ്പെടും. പല സ്ഥലങ്ങളിലും പല പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഈ മഴ സീസണിലാണ്, ഈ ടൈമിലാണ് നിറച്ച് കായുണ്ടായിട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. പിന്നെ എപ്പോഴും സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാകുന്ന ചതുരപ്പുളിയും ഉണ്ടിട്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസവും ഫ്രൂട്ട് കിട്ടണ ചതുരപ്പുളിയും ഉണ്ട്. അപ്പോൾ ചതുരപ്പുളി 2 തരത്തിലുണ്ട്. നല്ല പുളിയുള്ളത്, പണ്ട് കാലങ്ങളിലൊക്കെ നല്ല പുളിയുള്ള ചതുരപ്പുളിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നല്ല മധുരമുള്ള വെറൈറ്റി ഒക്കെയാണ്. ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് നമുക്ക് പച്ചരി കഴിക്കാം, നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കാം, നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം, പിന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാം, ജാം ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം എല്ലാ വീടുകളിലും പറ്റും. ഈ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് ഇപ്പോൾ നഴ്സറികളിൽ നിന്നൊക്കെ ഇതിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം ഞാനിത് കുരുപാകി മുളപ്പിച്ച തൈയാണ്. പാകി മുളപ്പിച്ചിട്ട് 2 വർഷം തുടങ്ങിയത് കായ്ച്ചു തുടങ്ങിയതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വളർന്ന് മരാവണ ഒരു മരമുള്ള സ്റ്റാർ ഫ്രൂട്ട്. പെട്ടെന്ന് കണ്ട നല്ല തണലാണ്. അപ്പം നമുക്ക് ഒരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് നമ്മുടെ പറമ്പിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല കൂളിങ്ങാണ്, നല്ല നിറച്ച ഇലകളാണ്. കണ്ടില്ലേ, ഇത് കായ്ച്ച് കിടക്കണ പഴുത്ത് കിടക്കണ ടൈമിലും ഇല്ല, ഇത് നിറച്ച് പുളി ഉണ്ടായി കിടക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് തന്നെ വീഴും പുളി കേട്ടാ. പഴുത്ത് കഴിഞ്ഞാൽ താഴെ വീഴും. പിന്നെ നമുക്ക് പറിക്കാനൊന്നും ഒരു പ്രയാസമില്ല. നമുക്കിങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ആവശ്യത്തിന് മാത്രം, നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ പറിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. പ്രൂൺ ചെയ്ത് നിർത്തിക്കാൻ പൊക്കത്തിലോട്ട് പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ. പിന്നെ ഇത് നമുക്ക് ഇന്ന് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് ഡ്രമ്മിൽ വെക്കാം, ചെടിച്ചട്ടിയിൽ വരെ വെക്കാൻ പറ്റിയതാണ്. സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ടെറസിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. ഒരുപാട് ആവശ്യക്കാരാണ് ഈ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതൊരു നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഒന്ന് വിളവെടുക്കാം. ഒരുപാട് സ്റ്റാർ ഫ്രൂട്ടായിരുന്നു, നമ്മിത് ഒരുപാട് വിളവെടുത്തതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്ക് ഇങ്ങോട്ട് പഴുത്തു പോകുമല്ലോ, ഇഷ്ടം പോലെ ഉണ്ടാകുകയും ചെയ്യും. നമുക്കപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട, സ്റ്റാറിൻ്റെ ആകൃതി ഉള്ളത് കൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്നുള്ള പേരുള്ള. കണ്ട, നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റാറ് പോലെയാണ് ഇരിക്കണം. കണ്ട, അപ്പം നമുക്ക് കുരുപാകി മുളപ്പിച്ചാലും നമുക്ക് പറമ്പൊക്കെ സ്ഥലമൊക്കെ ഉള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുപാകി മുളപ്പിച്ച് തൈ നട്ടാൽ ഇതേപോലെ നമുക്ക് മരമായിട്ട് നല്ലൊരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരമാണ് ഇതിന്, നമുക്ക് വെറുതെ കഴിക്കാം. പിന്നെ നമുക്ക് ഇത്തിരി മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട്. പുളിയുള്ളതല്ല ഇത്. അപ്പം നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് കേട്ടോ. വലിയ പരിചരണം വേണ്ട. നമ്മൾ നട്ട് കഴിഞ്ഞ് വല്ല ജൈവവളം വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേനൽക്കാലത്തൊന്നും ചെറിയ രീതിയിൽ പറമ്പിൽ നിൽക്കണം. ഇതേപോലത്തെ മരങ്ങൾക്കൊന്നും ഒട്ടും നല്ല പരിചരണം വേണ്ട. നമ്മൾ ടെറസിലും ഡ്രമ്മിലൊക്കെ വെക്കണേനാണ് നമ്മൾ നനച്ചൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈയൊക്കെ മേടിച്ച് നടണം. നഴ്സറികളിലൊക്കെ ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈ കിട്ടും. പിന്നെ കുരുപാകി മുളപ്പിച്ചാൽ, ഇത് കുരുപാകി മുളപ്പിച്ച തൈയാന്ന് പറഞ്ഞില്ല, കുരുപാകി മുളപ്പിച്ചാലും നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് 2 വർഷം തൊട്ട്. അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസവും ഫ്രൂട്ട് കഴിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വയലറ്റ് നിറത്തിലുള്ള പൂക്കളാണ് ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെത്. പിന്നെ കണ്ടാൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ടുപിടിപ്പിക്കുക, തണൽ വൃക്ഷമായിട്ട് നട്ടുപിടിപ്പിക്കുക. പിന്നെ ഫ്രൂട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് പച്ചനെയും കഴിക്കിത്. പച്ചനെ കഴിച്ചാലും ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാന്ന് പറഞ്ഞല്ല, നമുക്ക് ഇത് പച്ചയായി വരുമ്പോഴും നമുക്ക് കഴിക്കാം. അച്ചാറുണ്ടാക്കാം, നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഇതിനെ ജ്യൂസാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ജ്യൂസാണ്. ടൈസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായ ജ്യൂസാണ്. അപ്പം എല്ലാവരും ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈ ഒക്കെ മേടിച്ച് നടണം. സ്ഥലമില്ലാത്തവർക്ക് ടെറസിലൊക്കെ നടാൻ പറ്റിയതാണ്. നമുക്ക് ബക്കറ്റിലോ ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നടാം. ഇന്ന് ബഡ് ചെയ്ത തൈകൾ കിട്ടും, ലെയർ ചെയ്ത തൈകൾ കിട്ടും. അപ്പോൾ അതൊക്കെ ഒരെണ്ണം മേടിച്ച് എല്ലാവരും നട്ടോ. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.